ഹലോ നമസ്കാരം, ദിസ് ഇസ് ആജി സ്റ്റെഫി. അപ്പോൾ കുറേ കാലമായല്ലോ നമ്മൾ കണ്ടിട്ടല്ലേ. ഞാൻ വീഡിയോസ് ചെയ്തിട്ടും ഞാൻ കുറച്ച് കാലമായി. ഞാൻ കുറച്ച് കാര്യങ്ങളുമായിട്ട് എക്സ്ട്രീംലി തിരക്കായിരുന്നു. പക്ഷേ അറ്റ് ദ മൊമെൻറ്റ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര കാര്യങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നഴ്സസിൻ്റെ സ്ട്രൈക്ക്, അതിനെതിരെ മാനേജ്മെൻറ്റ് ഒരുപാട് പ്രസ്താവനകളൊക്കെ ഞാൻ കണ്ടു. സോ ഐ തോട്ട് ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം ടു റിയാക്ട്. പേഴ്സണലി ഞാനും ഒരു നേഴ്സാണ്. ഞാനും നാട്ടിലാണ് പഠിച്ച് പിന്നെ ഞാൻ നാട്ടിലൊരിക്കലും വർക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഞാൻ പഠിച്ചെടുത്ത് നമുക്ക് സിറ്റുവേഷൻസ് കാണാമല്ലോ, നേഴ്സസിൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നേഴ്സസിന് എവിടെയാണെങ്കിലും നമ്മുടെ വർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിലി നമ്മുടെ ഫിസിക്കലായിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഹെവി ലിഫ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് വരുന്നുണ്ട്. സോ എവിടെയാണെങ്കിലും ഹെവി ജോബ് തന്നെയാണ് നേഴ്സസിൻ്റെ. പക്ഷേ ദ വേ നേഴ്സസ് ട്രീറ്റഡ് ഇൻ നമ്മുടെ നാട്ടിൽ ഇസ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. എനിക്ക് പേഴ്സണലി ഞാൻ പഠിച്ചു കഴിഞ്ഞ ഉടനെ എനിക്ക് നാട്ടിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്തതിൻ്റെ ഒരു കാരണം അതായിരുന്നു. നമ്മുടെ വർക്ക് ലോഡ് നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ഇറ്റ് വാസ് റിയലി ലെസ്സാണ് കമ്പയർഡ് ടു നമുക്ക് മറ്റൊരു സ്ഥലത്ത് കിട്ടുന്നത്. ഇപ്പം ഞാൻ ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഹാപ്പിയാണ് ഞാൻ എൻ്റെ പ്രൊഫഷനിൽ. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ വ്യത്യാസം ഇപ്പോൾ കറൻ്റ്ലി സമരം UNAയുടെ സ്ട്രൈക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും ആസ്ക് ചെയ്യുന്നത് ഒരു റീസണബിൾ സാലറിയാണ്. കാരണം എത്രയോ കാലമായിട്ട് അടിച്ചമർത്തപ്പെട്ട ഒരു പ്രൊഫഷൻ എന്ന് ഞാൻ വേണേൽ പറയും നേഴ്സസ്. കാരണം ഞങ്ങളൊക്കെ പഠിച്ചിറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 10,000 രൂപ, അതിനപ്പുറമൊന്നും ഒരു നേഴ്സിന് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ അന്നത്തെ ജീവിത ചെലവല്ല ഇപ്പോഴത്തെ ജീവിത ചെലവ്. അന്നത്തെ ആ ഒരു എമൗണ്ട് വെച്ച് ഇപ്പോൾ ഒരാൾക്കും ഒരിടത്തും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലായിടത്തും ലിവിങ് കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഒരു 2 പേരൊക്കെ നേഴ്സായിട്ടുള്ളവർക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിൽ തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ ഞാൻ കാണുന്ന മറ്റൊരു വിരോധാഭാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയൊക്കെ സ്ട്രൈക്സൊക്കെ ഇവിടെയുണ്ട്, യൂണിയനുണ്ട്, സ്ട്രൈക്കുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ സ്ട്രൈക്സ് ഉണ്ടാക്കുമ്പോൾ മറ്റ് പ്രൊഫഷൻസ് ആരും വന്ന് നിങ്ങൾ ചെയ്യുന്ന റോങ് ആണ്, നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം ഇവിടെ എല്ലാവരും മറ്റ് പ്രൊഫഷൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ റീസണബിൾ വേജിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യൂ, അല്ലെങ്കിൽ റീസണബിൾ വർക്ക് എൻവയോൺമെൻറ്റിന് വേണ്ടി നിങ്ങളുടെ യൂണിയൻ ഫൈറ്റ് ചെയ്യുന്നതിന് അവരെപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇതുവരെ ഒരുപാട് ഞാൻ വീഡിയോസ് കണ്ടു. ഞാൻ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ വരെ വീഡിയോസ് കണ്ടു. അതായത് ഈ സ്ട്രൈക്കിനെ പറ്റി കമൻറ്റ് ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് കണ്ടു. അതിൽ പലപ്പോഴും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, മറ്റൊരു പ്രൊഫഷൻ, അത് ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ, മറ്റൊരു പ്രൊഫഷൻ നേഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ പേ അല്ല നമ്മുടെ പേ. ഒബ്വിയസ്ലി അവർ പറയുന്നു ഇപ്പോൾ ഒരു 5 years പഠിച്ചിറങ്ങിയ ഒരു MBBSലെ ചെയ്ത ഒരാൾക്ക് ഇത്രയാണ് സാലറി എന്ന്. എനിക്ക് തോന്നുന്നു അതും നഴ്സസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പ്രൊഫഷനല്ല ഞങ്ങളുടെ പ്രൊഫഷൻ. നമ്മൾ പ്രൊഫഷണൽ കൊളാബറേഷനിൽ വർക്ക് ചെയ്യുന്ന, പാർട്ട്ണർഷിപ്പിൽ ഒരേ സ്പേസിൽ വർക്ക് ചെയ്യുന്ന മ്യൂച്വൽ റെസ്പെക്റ്റുള്ള 2 പ്രൊഫഷനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ എമൗണ്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ നേഴ്സിന് ആ എമൗണ്ട് കിട്ടിക്കൂടാ എന്ന് പറയുന്നത് കാര്യമൊന്നുമില്ല. കാരണം ഒരിക്കലും ഒരു ഡോക്ടറിന് നേഴ്സിന് ഡോക്ടറുടെയോ ജോലി ചെയ്യാൻ പറ്റത്തില്ല. 2 പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഹോസ്പിറ്റൽ. അപ്പോൾ നിങ്ങൾ 5 years പഠിച്ചിറങ്ങുന്ന നിങ്ങൾക്ക് കിട്ടുന്ന സാലറി ഒരു നേഴ്സ് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പ്രൊഫഷൻ ഡിഫറെൻ്റ് ആണ്, നേഴ്സിൻ്റെ പ്രൊഫഷൻ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഡ്യൂട്ടി ഡിഫറെൻ്റ് ആണ്, നേഴ്സ് ചെയ്യുന്ന ഡ്യൂട്ടിയും ഡിഫറെൻ്റ് ആണ്. സോ നേഴ്സസ് ആ ഒരു പർട്ടിക്കുലർ എമൗണ്ട്, ഞാൻ അതിനെപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ അവർ റീസണബിൾ വേജ് ചോദിക്കുമ്പോൾ മാനേജ്മെൻറ്റ് ആംഗ്രി ആവുന്നതിൽ ഇറ്റ്സ് ഓക്കെ, നമുക്ക് മനസ്സിലാവും. പക്ഷേ മറ്റൊരു പ്രൊഫഷനിലെ പല ആൾക്കാരുടെയും വീഡിയോസിലും ഇത് അത്ര നല്ലതല്ല, അങ്ങനെ ഒരുപാട് വീഡിയോസ് കണ്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല അതിലെന്താണ് പ്രശ്നം, അവർക്ക് എന്താണ് പേഴ്സണലി പ്രശ്നം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ രോഷത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ എല്ലാവരെയും മ്യൂച്വലി റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മുടെ നാട്ടിൽ നേഴ്സസിനെ ട്രീറ്റ് ചെയ്യുന്നത് അടിമകളെ പോലെ ആണെന്നാണ് പണ്ട് മുതൽ നമ്മൾ പഠിക്കുന്നത് പോലെ കണ്ടുവരുന്നൊരു പ്രവണതയാണ്. അടിമകളെ പോലെ ആണെന്ന് ഉള്ള ഒരുപാട് കമൻസ് ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അതിനോടൊന്നും എഗെയിൻസ്റ്റ് പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണ് സത്യത്തിൽ. എന്നാൽ നേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയൊക്കെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, നാട്ടിലൊരു ഡോക്ടേഴ്സ് റൗണ്ട്സ് നടക്കുകയാണെങ്കിൽ ഞാൻ അത് പ്രൊഫഷനെ എല്ലാം റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. ഒരു ഇൻ ടോട്ടൽ ഒരു ഡോക്ടേഴ്സ് റൗണ്ട്സ് നടക്കുവാണെങ്കിൽ ഈ നഴ്സിംഗ് ഇൻചാർജ് അടക്കം നേഴ്സസ് ഫയൽ റെഡിയാക്കുന്നു, പുറകെ ഓടുന്നു. ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചു വന്നത്. ഞാൻ നാട്ടിലാണ് പഠിച്ചതെന്ന് പറഞ്ഞല്ലോ.
പുറകെ ഓടുന്നു, അവരുടെ ഓർഡേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. സത്യം പറയുവാണെങ്കിൽ നമ്മൾ നമ്മുടെ നഴ്സിംഗ് കെയറിനുള്ള സമയമല്ലേ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെയും റൗണ്ട്സ് നടക്കാറുണ്ട്. ഡോക്ടേഴ്സും ജൂനിയർ ഡോക്ടേഴ്സും കൂടെ അവരുടെ റൗണ്ട്സ് നടത്തും. നമ്മളാരും പുറകെ പോകേണ്ട കാര്യമില്ല. അവർ റൗണ്ട്സ് നടത്തും, പേഷ്യൻറ്റിനെ കാണും, അവർ ഫയലിൽ ഡോക്യുമെൻറ്റ് ചെയ്യും. അതാണല്ലോ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ. എന്തൊക്കെ കാര്യം ഈ പേഷ്യൻറ്റ് ചെയ്യണം എന്ന് ഡോക്യുമെൻറ്റ് ചെയ്യും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ഒരു ബോർഡ് ഉണ്ടായാൽ ഏത് പേഷ്യൻ്റ് ഏത് നഴ്സിനാണ് അലോക്കേറ്റ് ചെയ്തേക്കുന്നത് എന്നുള്ളൊരു ബോർഡുണ്ട്. ആ ബോർഡ് നോക്കിയിട്ട് ആ പേഷ്യൻ്റെ നേഴ്സ് ഏതാണോ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അവിടെ വന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും ബെഡ് സ്പേസ് ആണെങ്കിൽ ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ വെയിറ്റ് ഫോർ മീ ആൻഡ് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. എന്നിട്ട് തിരിച്ച് വരുമ്പോൾ എന്നോട് പറയും, ഞാൻ സിസ്റ്റർ എന്നല്ല ഇവിടെ വിളിക്കുന്നത്, ഇവിടെ നെയിം വിളിച്ചാണ് അഭിസംബോധന ചെയ്യുന്നത്. കൈൻഡ് ഓഫ് മ്യൂച്വൽ റെസ്പെക്റ്റ്. ആരും ആരെക്കാളും സുപ്പീരിയർ അല്ല, ആരും ആരെക്കാളും ഇൻഫീരിയറും അല്ല. കൈൻഡ് ഓഫ് ഈക്വൽ റെസ്പെക്റ്റ്. എന്നെ പേരാണ് വിളിക്കുന്നത്, അതുപോലെ ഞാൻ അവരെയും പേരാണ് വിളിക്കുന്നത്. അതായത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മ്യൂച്വൽ റെസ്പെക്റ്റ്. വിളിച്ചിട്ട് പറയും, സ്റ്റെഫി ഇന്ന പേഷ്യൻറ്റ് ഇന്ന ചാർട്ട് ചെയ്തിട്ടുണ്ട്, ക്യാൻ യു കൈൻഡ്ലി ഗിവ് ഇറ്റ്. അവിടെ ഒരു ഹംബിൾനെസ് ഉണ്ട്. അവിടെ ഓർഡർ അല്ല ചെയ്യുന്നത്, യു ഷുഡ് ഗിവ് ഇറ്റ് റൈറ്റ് നൗ എന്നല്ല പറയുന്നത്. അവിടെ ഒരു ഹംബിൾനെസ്സിലൂടെയാണ് പറയുന്നത്, ഇന്നത് കൊടുക്കാൻ ഞാൻ ചാർട്ട് ചെയ്തിട്ടുണ്ട്, വിൽ യു പ്ലീസ് ഗിവ് ഇറ്റ്. അതെന്ന് പറയുമ്പോൾ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം അവർ പറയുന്ന കമ്മ്യൂണിക്കേഷനും പ്രോപ്പറാണ്. ഇവിടെ ആരും നമ്മളെ വന്ന് ചീത്ത വിളിക്കുന്ന പോലെയല്ല പറയുന്നത്. പക്ഷേ നാട്ടിൽ പലയിടത്തും അങ്ങനെയല്ല സിറ്റുവേഷൻസ്. അതായത് എനിക്കിപ്പം മാറിയോന്ന് എനിക്കറിയത്തില്ല. ഒരു 5-6 വർഷം മുന്നേയൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്തൊന്നും ഇതല്ല. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തൊന്നും ഇതൊന്നും അല്ലായിരുന്നു സിറ്റുവേഷൻ. ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻസും നഴ്സസിനും ഉണ്ടാകും. കാരണം വർക്ക് എൻവയോൺമെൻറ്റ് പ്രോപ്പറല്ല, പ്രോപ്പറായിട്ടുള്ള പേ നമുക്ക് കിട്ടുന്നില്ല. ഞാൻ പഠിച്ചെടുത്ത് നമ്മളങ്ങനെ കണ്ടുകൊണ്ടായിരിക്കും എനിക്ക് പേഴ്സണലി കേരളത്തിൽ വർക്ക് ചെയ്യാനേ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് കേരളത്തിൽ വർക്ക് ചെയ്തിട്ടുമില്ല. ഞാൻ വർക്ക് ചെയ്തതെല്ലാം പുറം സംസ്ഥാനങ്ങളാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അവിടെ കുറച്ചുകൂടെ റെസ്പെക്റ്റഡ് ആണ് പ്രൊഫഷൻ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിൽ ട്രീറ്റ് ചെയ്ത പോലെ അല്ലായിരുന്നു എനിക്ക് അവിടെ പല സ്ഥലങ്ങളിലും എനിക്ക് കിട്ടിയ ട്രീറ്റ്മെൻറ്റ്. സോ ഐ വാസ് പ്രെറ്റി ഗ്രേറ്റ്ഫുൾ. ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തില്ല എന്നുള്ളതിൽ ഞാൻ അന്ന് ഗ്രേറ്റ്ഫുൾ ആയിരുന്നു. കാരണം നമ്മൾ കണ്ടു വളർന്നതാണ് എങ്ങനെയാണ് ഒരു നേഴ്സിനെ നമ്മുടെ ഹോസ്പിറ്റൽ എൻവയോൺമെൻറ്റിൽ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. സോ ഞാൻ കുറച്ച് ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോ കണ്ടു കേട്ടോ. നഴ്സസിന് സ്ട്രൈക്കിനെ സപ്പോർട്ട് ചെയ്തും അവർക്ക് വേജ് കൊടുക്കണം എന്ന് പറഞ്ഞ വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെയുള്ളവരും ഉണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. പക്ഷേ കുറേ മുതിർന്ന ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് കണ്ടു ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്നത്. എനിക്കറിയത്തില്ല എന്താണ് അവരെ അതിനെ മോട്ടീവ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫഷൻ. മ്യൂച്വൽ റെസ്പെക്റ്റോടെ ഹോസ്പിറ്റലുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രൊഫഷൻ. മറ്റൊരു പ്രൊഫഷൻ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ എന്തിനാണ് ഇവർ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആവുന്നതെന്നോ എന്തിനാണ് ഇവർ ആ സമരത്തിനെതിരെ പ്രവർത്തിക്കുന്നതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രോബബ്ലി അവർക്ക് എന്തെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ വശത്ത് നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടാവും. സോ എനിവേ മൈ ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ടു നമ്മുടെ UNA സ്ട്രൈക്കിന് വേണ്ടി ഹോൾ ഹാർട്ടഡ് സപ്പോർട്ടാണ്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒന്നും ജനറേഷന് കഴിയാത്തത് ഇന്നത്തെ ജനറേഷന് കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് UNA എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇത്രയും ഓർഗനൈസ്ഡായി കാണുന്നതിൽ ഐ എം വെരി മച്ച് ഹാപ്പി. ഞാനത് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല നമ്മൾ നഴ്സ് ഇത്രയും ഓർഗനൈസ്ഡായിട്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അബ്സല്യൂട്ട്ലി ഹാപ്പി അബൌട്ട് വാട്ട്സ് ഹാപ്പനിങ് ടുഡേ. അവകാശങ്ങൾ നമ്മൾ നേടിയെടുക്കട്ടെ. ഒരു കാലത്ത് നഴ്സസും ഉയരണമല്ലോ, നമ്മളും ഉയരണം. അതുപോലെ ഒരുപാട് അടിച്ചമർത്തപ്പെട്ട പ്രൊഫഷൻസ് ഉണ്ട്, അവരും ഉയരണം. എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള ശമ്പളം എല്ലാവർക്കും കിട്ടണം. മാന്യമായി ജീവിക്കാനുള്ള വർക്ക് എൻവയോൺമെൻറ്റ് എല്ലാവർക്കും കിട്ടണം. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് ഉള്ള വർക്ക് എൻവയോൺമെൻറ്റ് കിട്ടണം. അല്ലാതെ മറ്റൊരാളുടെ ആട്ടും തുപ്പും കേട്ടല്ല ഒരു വർക്ക് എൻവയോൺമെൻറ്റിൽ നമ്മൾ ജോലി ചെയ്യേണ്ടത്. അതിനെതിരെ പ്രതികരിക്കാനുള്ള വോയിസും എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സൈനിങ് ഓഫ്. All the best to the nurses in Kerala. Signing off. Bye-bye. See you later.